എടാ വിക്രമ, നിന്നോടല്ലേ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റില്ല. എനിക്ക് നാളെ ആദ്യം കൂടി തിരുവനന്തപുരത്ത് പോകാനുള്ളതാ, ബ്യൂട്ടിഫുൾ സ്റ്റുഡന്റ് അവാർഡ് മേടിക്കാൻ. അയ്യോ, ഈ ചൂടിനവൻ തിരുവനന്തപുരത്ത് പോയാൽ മന്ത്രിസഭ വരെ ചവിട്ടി മറിച്ചിടും. അപ്പൊ സത്യം, നാളെ അവാർഡ് വാങ്ങിയ പപ്പ എങ്ങാനും എന്നോട് വന്ന എല്ലാവരുടെ മുമ്പിൽ വെച്ച് പപ്പ എന്നെ നാണം കെടുത്തു. എന്തെങ്കിലും ഒന്ന് ചെയ്യ അപ്പൂപ്പ പ്ലീസ്. നീ ടെൻഷൻ ആവണ്ട, തിരുവനന്തപുരത്തെ കാര്യം അത് ഞാൻ ഒഴിവാക്കി തരാം. ഹലോ. ആ എന്തായാലും മുതലാളി ഒന്നും നടക്കൂലട്ടാ. നീ അഡ്വാൻസ് മേടിച്ചു വെക്കടാവേ. ഇല്ല മുതലാളി, ഈ പറഞ്ഞ എമൗണ്ട് നടക്കില്ല. അഡ്വാൻസ് ഞാൻ വാങ്ങിക്കൂല്ല. അല്ലെങ്കിൽ നീ എമൗണ്ട് ഫിക്സ് ചെയ്തോ? ഏയ്, അതൊന്നും ശരിയാവൂല മുതലാളി. പിന്നെ അത് വൻ സീനാകും. ആ അബ്ദുറസാഖ് ഉണ്ടോ അവിടെ? ആ ഉണ്ട്. ഫോൺ അവന്റെ കൊടുക്ക്. ഹലോ. എടാ അബ്ദുറസാഖേ, എന്താ മുതലാളി? നീ അവന്റെ കരണക്കുറ്റിക്കിട്ടൊന്ന് പൊട്ടിച്ചേ. ഓക്കെ മുതലാളി. പൊട്ടിച്ചു മുതലാളി. ഇനി ആ ഫോൺ അവന് കൊടുത്തേ. ഓ എന്താടാ രാജപ്പ? അഡ്വാൻസ് ഞാൻ കൈപ്പറ്റിക്കോളാം മുതലാളി. ബ്യൂട്ടിഫുൾ. പല ജാതി അടി കണ്ടിട്ടുണ്ട്, മൊബൈലിൽ കൂടി അടി കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുക. നീ രാവിലെ റെഡിയാവണം, നമുക്കൊരിടത്ത് പോകാനുണ്ട്. രാവിലെ എനിക്ക് ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോകണ്ടേ? അത് സ്റ്റെൻസിൽ ഹൗസ് പൊക്കോളും. ടെൻസിൽ ഹൗസിന് ഞാൻ 2 മാസത്തെ ലീവും കൊടുത്ത് പറഞ്ഞു വിട്ടില്ലേ? അവനെ ഞാൻ തിരിച്ചു വിളിച്ചോളാം, അവൻ പൊയ്ക്കോളും. എന്റെ മോൻ അവാർഡ് വാങ്ങിക്കുന്നത് കാണേണ്ടത് ഡ്രൈവർ സ്റ്റെൻസിലാവോസ് അല്ല, ഞാനാണ്. അച്ഛനല്ലേ പറഞ്ഞത് ഈ വെക്കേഷൻ മുഴുവൻ ഞാൻ അവനോട് കാണുമെന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ മാറ്റി പറയുന്നത്? നീ പോയാ ശരിയാവില്ല. ആദി നിന്റെ കൂടെ വരാൻ തയ്യാറല്ല. അവനെ കുറ്റം പറയാൻ പറ്റില്ല. അതുപോലല്ലേ നിന്റെ പ്രവൃത്തി. നീ അവന്റെ അച്ഛനാണെന്ന് പറയാൻ പോലും അവനിപ്പോ നാണക്കേടാ. അപ്പൂപ്പ പറഞ്ഞോ? പറഞ്ഞു. ഇതുപോലൊരു രാത്രിയിലാ നിന്റെ മുത്തശ്ശി നിർബന്ധിച്ചിട്ട് ഞാൻ അവനോട് ചെന്ന് പറഞ്ഞത് ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ. അന്നവന് ഇന്ന് നിലക്കുള്ളതിനേക്കാൾ 6 വയസ്സിന് മുപ്പേ ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ബിസിനസ് എല്ലാം പൊളിഞ്ഞ് കടക്കാരെല്ലാം കൂടി എന്റെ വീട്ടിൽ മുമ്പിൽ നിന്ന് ബഹളം വയ്ക്കുന്നത് ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാനും അവന്റെ അമ്മയും കൂടി ആത്മഹത്യക്ക് ഒരുങ്ങി. എന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് പണം ഞാൻ അവന്റെ കൊടുത്തിട്ട് എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. പക്ഷേ അവൻ പോയില്ലെന്ന് മാത്രമല്ല, ആ രാത്രി മുഴുവൻ അവൻ ഞങ്ങൾക്ക് കാവലിരുന്നു. നേരം പുലർത്തപ്പോ എന്നെ കൂട്ടി അവൻ എല്ലാ കടക്കാരുടെയും മുന്നിൽ പോയി അവധി മേടിച്ചു. 3 മാസം, 6 മാസം, 1 വർഷം, അങ്ങനെ ഞാൻ കൊടുത്ത ആ ചെറിയ തുകയുമായി അവൻ മാർക്കറ്റിലേക്ക് ഇറങ്ങി. പിന്നൊരു യുദ്ധമായിരുന്നു. അവൻ സമ്പാദിച്ചു, ഞാൻ നഷ്ടപ്പെടുത്തിയതിനും അപ്പുറത്ത്. എന്റെ അപ്പനപ്പൂപ്പന്മാർ സമ്പാദിച്ചതിന് എത്രയോ മടങ്ങ്. പക്ഷേ അവന്റെ പേരിൽ ഒരു സ്ഥാപനം പോലുമില്ല. എല്ലാം എന്റെ പേരിലാ. അവന്റെ പേരിലേക്ക് മാറ്റാതിരിക്കാൻ അവൻ പറയുന്ന ന്യായം അവൻ 10 ഒപ്പിട്ടാൽ 10 തരത്തിലായി പോകുമെന്നാ. ഒന്നുമല്ല, എന്റെ തല ഇനി ഒരിക്കലും ഒരാളുടെ മുമ്പിൽ കുനിയാൻ പാടില്ലെന്നത് അവൻ തീരുമാനിച്ചിരുന്നു. കല്യാണം പോലും വേണ്ട എന്നും പറഞ്ഞ് നടന്ന അവനെ ഞാനും അവന്റെ അമ്മയും നിർബന്ധിച്ച കല്യാണം കഴിപ്പിച്ചത്. അതും ഒരുപാട് താമസിച്ച്. നിന്നെ പ്രസവിച്ച് 2 വർഷം കഴിഞ്ഞപ്പോൾ അവള് പോയി. പിന്നെ നിന്നെ വളർത്തിയത് നിന്റെ മുത്തശ്ശിയാ. നിനക്ക് 6 വയസ്സുള്ളപ്പോ അവളും നമ്മളെ വിട്ടുപോയി. അവന്റെ മടിയിൽ കിടന്നാ 2 പേരും മരിച്ചത്. അന്ന് ഞാൻ വാവിട്ട് നിലവിളിച്ചു പോയി. അപ്പ പോലും അവന്റെ കണ്ണു നിറഞ്ഞ് ഞാൻ കണ്ടില്ല. പക്ഷേ ഇന്ന് ഞാൻ കണ്ടു അവന്റെ കണ്ണു നിറയുന്നത്. അവൻ നിന്റെ അച്ഛനാണെന്ന് പറയാൻ നിനക്ക് നാണക്കേടാണെന്ന് ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഡ്രൈവർ സെൻസില ബോസിനോട് ലീവ് ക്യാൻസൽ ചെയ്ത് മടങ്ങി വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ നാളെ അവന്റെ കൂടെ തിരുവനന്തപുരത്ത് പോയാൽ മതി. ആള് കേറാനുണ്ട്.
വെള്ളമടിക്കുന്നു മരിക്കുന്നു. വേറെ എന്തൊക്കെ നല്ല കാര്യങ്ങൾ എഴുതി വെക്കാം? കച്ചവകള്. എവിടെ ഒന്ന് അങ്ങാട് പിടിച്ച ഇങ്ങാട് പോവും. ഈ മുതലാളിമാരും മദ്യം ഒരുപോലെയാണ്. മനുഷ്യനെ നിലത്ത് നിൽക്കാൻ സമ്മതിക്കില്ല. ലാസ്റ്റ് ബസ് പോയാ? ലാസ്റ്റ് ബസ് ഒരെണ്ണം പോയി. പേടിക്കണ്ട, ലാസ്റ്റ് ബസ് ഇടക്കിടക്കുണ്ട്. ഞാൻ സഹായിക്കണോ? വിരോധമില്ലെങ്കിൽ ഒന്ന് പിടിച്ചോ. ശരി. താനും പിച്ചാണല്ലേ? താനി ചോവറ. ഞാനാ അടുത്ത ലാസ്റ്റ് ബസ് വന്ന് വണ്ടിക്ക് ടാറ്റ കൊടുക്കണം. മാറിക്കങ്ങട് വണ്ടിക്ക് അടവയ്ക്കാതെ. നിർത്തടാ. ആ നിർത്തി. ഇവിടെ കൈയടിച്ച് അവിടെ കൂട്ടം നിർത്തണ്ട. എന്താ ആൾക്കാരത്? വാ, വണ്ടി വന്ന്. റാണി മോളെ ചേട്ടോ പോരുന്നുണ്ടോ? ഇയാള് വെറുതെ കൈ കാണിച്ചത് ഞാൻ, കയറ്റിക്കൊണ്ടുപോയത് വേറെ ഒരുത്തല്. മണ്ടന്മാര്. റാണി വിളി. അടുത്ത ലാസ്റ്റ് ബസ് വരുമ്പോ പോകാത്ത. വണ്ടി വന്നിട്ട് റാണി. ആള് കയറാണ്ട് നിർത്ത്. ഇനി എവിടെ നിർത്താൻ പോണേന്ന് എനിക്കറിയാം. പ്രൈവറ്റ് ബസ്. ഇയാളെന്തുട്ടി കാണിക്കണത്? പോവാ സെഞ്ചിലാവോസിനാണോടാണോടാ കളി? കൈ കാണിച്ച് കളിയാക്കണം. വെള്ളമടിച്ച വയറ്റി കിടക്കണം. കള്ളുടിയാ. ഇതാണ്. അവിടെ കൈ കാണിച്ചാൽ ഇവിടെ നിർത്തും. ഇവിടെ വന്ന് നിന്നാ വണ്ടി അവിടെ നിർത്തും. എന്നിട്ട് കുറ്റം കള്ളിന്. ചീറ്റനണ്ടല്ല. പാമ്പാണാ? ഹലോ, ഈ പാമ്പായിരുന്ന നീ ഇതുവരെ പോയില്ലേ? എങ്ങനെ പോകാനാണ്? ഞാൻ തന്നെ കാത്തിരിക്കലായിരുന്ന. 10 മണിക്ക് വരുമെന്ന് മുതലാളി പറഞ്ഞു. 10 3:30 ആയിട്ടുള്ളൂ. ഓ അതല്ല, രാത്രി 10 മണിക്ക് വരുമെന്നും പറഞ്ഞ് ബോറടിച്ച് ഞാൻ കള്ളു കുടിച്ചു. ഹലോ, ഓട്ടോ ഇപ്പൊ പോവോ? എവിടെ പോവാനാ? ഈ പാതിരാത്രി ഓട്ടോ വിളിച്ച് ഞാനവിടെ പോവാണ്. എനിക്ക് ഗേറ്റ് എടുക്കാൻ പോണം. ഗേറ്റ് അടക്കാൻ ഓട്ടോ വിളിച്ചാണ് അവിടെ പോണത്. നടന്നു പോയി അടക്കടോ. വിക്രമാ, മുതലാളി വാ. എന്താടാ നട്ടപ്പാതിരക്ക് ഒരു മീറ്റിംഗ്? ഇവരിപ്പോ വന്നോളൂ മുതലാളി. വന്നത് ഞാൻ കണ്ടില്ലേ. എന്താടാ ഇത്? റാണിക ബിയർ. രാത്രി ഭാസ്കര മുതലാളി വിളിച്ചു പറഞ്ഞിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാ. നല്ല മനോവിഷമുണ്ട് മുതലാളിക്ക്. എന്നാ കൊണ്ടുപോയി കൊടു. പിന്നെ വണ്ടി കഴുകി റെഡിയാക്കിയിട്. രാവിലെ ആദ്യം കൊണ്ട് തിരുവനന്തപുരത്ത് പോകാനുള്ളതാ. ഇതെന്തിനാ എന്നെ തന്നത്? വണ്ടി കഴുകാൻ. വണ്ടി രാവിലെ കഴിയാൻ മതി. ഞാൻ ആദ്യം ചെന്ന് ഓട്ടോ പറഞ്ഞു വിടാൻ നോക്കും. മുതലാളി, ഓട്ടോ കൊടുക്കാൻ പൈസ ഇല്ല. എടോ കിടക്കപ്പള്ളേ, ആ ഓട്ടോയുടെ കാശ് കൊടുത്ത് പറഞ്ഞയച്ചേക്ക്. ശരി മുതലാളി വാ. ഈ ഓട്ടോക്കാരന് 100 രൂപ കൊടുക്കണമല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എടോ, തന്റെ ഓട്ടോ കാശ് ബാക്കി വെച്ചോ. 100 രൂപ? പിന്നെ 6000 രൂപ. എന്തോ 6000? താനെന്താണോ ഈ ഓട്ടോ വില കൊടുത്ത് മേടിച്ചാ? ഞാൻ വാങ്ങിച്ച ഓട്ടോ കൂലി. എറണാകുളം സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാൻ 6000 രൂപ. എറണാകുളം സ്റ്റാൻഡിൽ നിന്നല്ല, പിന്നെ? കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ച വണ്ടിയാ. കോഴിക്കോടുന്നാ? എടോ, കോഴിക്കോടുന്ന് ആരെങ്കിലും ഓട്ടോ വിളിച്ച് ഇവിടെ വരുവോ? ഞാൻ വന്നില്ലേ? ഓ, തനിക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പാടില്ല. ഞാൻ ഗ്യാപ്പ് കിട്ടണ്ടേ? ബാക്കിലിരുന്ന് എന്തൊരു തെറിയായിരുന്നു. എന്തിനാണോ പാവത്തിന് തെറി പറഞ്ഞത്? എന്നല്ല, ഏതോ ഒരു വിക്രമനാ. തനിക്കാൻ വെച്ചിട്ടുണ്ടാ വിക്രമൻ ഇന്നലെ വരെ. ഇന്ന് മാറി. വാഴൂർ ജോസ്. കുഴപ്പമൊന്നുമില്ല. അപ്പോഴും കണക്ക് ശരിയായിട്ടില്ല. കോഴിക്കോട് നിന്ന് ഇവിടം വരെ 200 കിലോമീറ്റർ, 3000 രൂപ. ബാക്കി 3000ന്റെ കണക്കെന്താ? എനിക്ക് തിരിച്ചു കോഴിക്കോടേക്ക് പോണ്ടേ? എനിക്ക് നിർബന്ധമൊന്നുമില്ലടോ. അത് ശരിയാവില്ല. ഞാൻ മുതലാളിയോട് പറഞ്ഞോളാം. മുതലാളി 6000 രൂപയല്ലേ? അതിന് മൊണതാലി എന്ന് വിളിക്കുന്നതിനാണ്. 6000 തികച്ചുണ്ട്. ഞാനും ഉണ്ട് കോഴിക്കോട്. അതെന്തിനാ? എടോ, വണ്ടി എന്തായാലും കാലിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോവല്ലേ. അങ്ങനെ ചുമ്മാ കൊണ്ട് നമ്മുടെ 3000 രൂപ തിന്നണ്ട. വന്ന് വണ്ടി കയറാ. വിക്രമാ, എന്താ കഴിഞ്ഞില്ലടാ? കഴിഞ്ഞു മുതലാളി. 3000 കൊണ്ട് തിന്നോട്ടാ. എടോ സെക്യൂരിറ്റി, ഇവരെ പിടിച്ച് പുറത്താക്കി ഗേറ്റ് അടച്ചേ. താനെന്താണ് മണിയടിച്ചോണ്ട് ഓടുന്നത്?